നമസ്കാരം. നമസ്കാരം. എന്റെ ഈ ബ്യൂട്ടി പാർലറിന്റെ ഇനാഗ്രേഷൻ സംബന്ധിക്കാൻ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എല്ലാവരോടും. പിന്നെ അത് മാത്രമല്ല, എന്റെ ഈ ബ്യൂട്ടി പാർലറിന്റെ ക്യാപ്ഷൻ എന്ന് വെച്ചാൽ മനസ്സിന്റെ സൗന്ദര്യം മുഖത്ത്, മുഖത്തിന്റെ സൗന്ദര്യം എന്റെ ഈ ബ്യൂട്ടി പാർലറിൽ. പിന്നെ മറ്റാർക്കില്ലാത്തൊരു പ്രത്യേകത എന്റെ ഈ ബ്യൂട്ടി പാർലറിന്റെ, അതായത് ഈ മിഷൻ ഒരിടത്തും ഇല്ലാത്തൊരു മിഷനാണ്. ഈ മിഷന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നമ്മളെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു മിഷനാണിത്. മറ്റൊന്നുമല്ല, നമ്മൾ കുളിച്ച് ഡ്രസ്സ് ചെയ്തിട്ട് വന്ന് തല ഈ മുകളിലെ ഹോളിലൂടെ ഇതിന്റെ അകത്തേക്ക് ഇട്ടാൽ നമ്മുടെ മുഖം നല്ല വൃത്തിയായി മേക്കപ്പ് ചെയ്ത് പുറത്തേക്ക് എടുക്കാം. നിമിഷങ്ങൾ മതി. അതേസമയം ഈ താഴത്തെ ഹോളിൽ നമ്മുടെ ഷൂ ഇതിന്റെ അകത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായി പോളിഷ് ചെയ്ത് പുറത്തേക്ക് ഇട്ടു. അതെല്ലാം നിമിഷങ്ങൾ കൊണ്ട് കഴിയും. പിന്നെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ, ഈ മിഷൻ കണ്ടുപിടിച്ചത് ആരുമല്ല, എന്റെ സ്റ്റാഫ്, അതും ഒരു ബംഗാളി. ചേട്ടാ വാ വാ വാ, പെട്ടെന്ന് വാടാ, പണിയുണ്ട് ഇവിടെ. എന്താണ് ഇങ്ങനെ കിടന്ന് ഡാൻസ് കളിക്കണേ? ചേട്ടാ, നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിൽ നല്ല ഹാപ്പി ആയിട്ടാണ് ചേട്ടാ ചെയ്യുന്നത്. അല്ലാതെ ടെൻഷൻ അടിച്ച് ജോലി ചെയ്യാൻ ഞാൻ മലയാളിയല്ല ചേട്ടാ, ബംഗാളിയാണ്. മലയാളിക്കാണല്ലേ പണി. അല്ല, നീ ചുറ്റിക പിടിക്കാൻ പറ്റി. ചുറ്റിക എവിടെ? ചുറ്റിക നഹിഹേ ചേട്ടാ. ചുറ്റിക അവിടെ ഇല്ലേ? അവിടെ ഉണ്ടായിട്ട് തരല എന്ന് പറഞ്ഞു ചേട്ടാ. എന്ത് മനുഷ്യന്മാരെ, തൊട്ടപ്പുറത്തുള്ള വീട്ടുകാരാ ചുറ്റിക ഉണ്ടായിട്ട് തരൂലെന്നാ. ഇങ്ങനെയുണ്ടാ മനസാക്ഷി ഇല്ലാത്ത ആൾക്കാര്? വേറെ മോശം ആൾക്കാർ ചേട്ടാ. ഇനി എന്ത് ചെയ്യും ചേട്ടാ നമ്മൾ? ഇനി പറ്റ പണിയുള്ളൂ, നമ്മുടെ ചുറ്റി തന്നെ എടുത്തോ. ഇതിനകത്ത് മേശയിലിരിപ്പുണ്ട്, അതുകൊണ്ട് നമുക്ക് ആണി അടിക്കാം. അതുപോലെ ചേട്ടാ, എന്ത് മോശം ആൾക്കാർ ചേട്ടാ. പോട്ട്, ഇനി അവരെ പറയണ്ട, ഇനി അത് വിട്ടേക്ക്. അവരല്ല ചേട്ടാ, ഞാൻ ചേട്ടനെയാ പറഞ്ഞേ. എന്നെയാണ് പറഞ്ഞ മോശം ആൾക്കാരെന്ന്? അതിങ്ങളത് ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്താ ചേട്ടാ? ഇന്ന് തൊട്ട് നീ ഇവിടെ വർക്ക് തുടങ്ങുകയാണ്. ഓ ചേട്ടാ, എനിക്ക് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ. നീ ഇവിടെ താമസിക്കാനോ ഉദ്ദേശിക്കുന്നത്, അതോ പോയി വരാനോ? താമസിച്ച് വരാനാണ് ചേട്ടാ ഉദ്ദേശിക്കുന്നത്. ബെസ്റ്റ് ബംഗാളി. വെസ്റ്റ് ബംഗാൾ അല്ല ചേട്ടാ, ഞാൻ ഈസ്റ്റ് ബംഗാൾ. അതെ, ഇവിടെ ഞാനേ മസാജിങ് പാർലറൊക്കെ തുടങ്ങുന്നുണ്ട്. നിനക്ക് മസാജ് ചെയ്തൊക്കെ വല്ല പരിചയമുണ്ടോ? അറിയാം ചേട്ടാ. എങ്ങനെ അറിയാന്ന്? ഞാൻ ഒരു 2 വർഷം പോത്തിനെ കുളിപ്പിക്കുന്ന പരിപാടിയാണ്. പോത്തിനെ കുളിപ്പിക്കുന്നയാ? ഒരു ദിവസം ഒരു 50-60 പോത്തിനെ കുളിപ്പിക്കുമായിരുന്നു ചേട്ടാ. ഓ, അപ്പൊ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അത് മതി, അത് മതി. എടാ, മേക്കപ്പ് ഒക്കെ ഭംഗിയായിട്ട് ചെയ്യല്ലോ ആൾക്കാർക്ക്. ചേട്ടാ, ഞാൻ ടാർ പണിക്കും പോയിട്ടുണ്ട് ചേട്ടാ. ടാർ പണി മേക്കപ്പ് തമ്മിൽ എന്താ ബന്ധം? ഉണ്ട് ചേട്ടാ. എന്ത്? റോട്ടിലെ കുഴികൾ നകത്തിയല്ലേ ചേട്ടാ ടാർ ഇടുന്നത്, അതുപോലെ മുഖത്തെ കുഴികൾ നകത്തിയല്ലേ ചേട്ടാ മേക്കപ്പ് ഇടുന്നത്. നീ കൊള്ളാല, അടിപൊളി. ഒരു കാര്യം ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിട്ട് മറന്നുപോയിട്ടാ. ഞാൻ ഇന്നലെ റോട്ടിലെ പോയപ്പോ ഒരു കാര്യം കണ്ടു. കാറിൽ പോയപ്പോഴേ നിന്റെ സ്കൂട്ടറിന്റെ പിറകിലിരുന്ന് നിന്റെ ഭാര്യനെ ഒരുത്തം വഴിന്ന് പിടിച്ചിറക്കിട്ട് നല്ല അടി കൊടുക്കുന്നു. നീ ആണെങ്കിൽ മാറി ഇങ്ങനെ കയ്യും കെട്ടി നിൽക്കണത്. അവിടെ നട്ടലുണ്ടോ എനിക്ക്? അങ്ങനെ ചെയ്യാൻ പാടില്ല. അല്ല ചേട്ടാ, അബദ്ധം പറ്റിയതാ. എനിക്കെന്താ അബദ്ധം? അത് എന്റെ ഭാര്യയൊന്നും അല്ല ചേട്ടാ. പിന്നെ അടി കൂടുന്ന ആളിന്റെ ഭാര്യയാണ് ചേട്ടാ. അവർ തമ്മിലുള്ള കുടുംബ പ്രശ്നത്തിന് നമ്മൾ എന്തിനു ചേട്ടാ ഇടപെടുന്നു? അത് ശരി. എടാ, നിന്നെയൊക്കെ എങ്ങനെ വിശ്വസിക്കോടാ? എന്നെ വിശ്വസിക്കാൻ ചേട്ടാ. എങ്ങനെ വിശ്വസിക്കാം? സംശയം ഉണ്ടെങ്കിൽ ചേട്ടന്റെ ഭാര്യയോട് ചോദിച്ചാൽ മതി. എന്ത് ചോദിക്കണം? രാത്രി 12 മണിക്ക് വിളിക്കുമ്പോഴെല്ലാം ഞാൻ പറയും ചേട്ടാ, എന്നെ വിശ്വസിക്കാൻ ഞാൻ സാധിക്കില്ല എന്ന്. നിർത്താൻ പറ്റൂല്ലോടാ. എങ്ങനെ നിന്നെ നിർത്തൂടെ? എങ്കിൽ ഞാൻ പോകണ്ട ചേട്ടാ, എന്റെ മെസ്സേജ് നിങ്ങൾ തന്നെ. അയ്യോ, നീ എന്ത് പറയുമ്പോ എന്തിനാണ് മിഷനിൽ കയറി പിടിക്കണത്? ഞാൻ ഉണ്ടാക്കിയ സാധനത്തിലല്ലേ ചേട്ടാ. ഞാൻ വെറുതെ പറഞ്ഞത്, ആ മിഷനിൽ കയറി പിടിക്കല്ലേ. എന്തായാലും ഇപ്പൊ സീരിയൽ നടി വരും, ഇത് ഉദ്ഘാടനം ചെയ്യും. നമുക്ക് ഭംഗിയായിട്ട് ഈ ബ്യൂട്ടി പാർലർ കൊണ്ടുപോകേണ്ട ബായി. ചേട്ടാ, എനിക്കൊരു സംശയം ചേട്ടാ. ഇത് ലഡ്കന്മാരുടെ ബ്യൂട്ടി പാർലർ അല്ലേ ചേട്ടാ? അതെ. പിന്നെ എന്താ ലഡ്കി ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞ? എടാ, ലഡ്കി വരുന്നതുകൊണ്ടാണ് ലഡ്കന്മാരൊക്കെ ഇങ്ങനെ മിടുക്കന്മാരായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. വരുന്നുണ്ടാ, റെഡിയാകുന്നോ? സീരിയൽ നടി വരുന്നുണ്ട്. ഹലോ ഹലോ. ഞാൻ ഇതിന്റെ ഓണറാണ്, റോബിൻ. ഞാനിതിന്റെ ഓണറാണ്. എനിക്കൊന്ന് കൈ കൊടുക്കണം, ഷെയ്ക്കാൻഡ് കൊടുക്കണ്ടേ? ഓക്കെ, ഹാൻഡ്സ് എടുക്ക്. ചേട്ടാ, ഹാൻഡ്സ് ഇല്ല, തമ്പാക്ക വേണമെങ്കിൽ ഹാൻഡ്സ് ഇനി കൊടുത്തോ. വെൽക്കം മാഡം. താങ്ക് യു ചേട്ടാ, താങ്ക് യു. എന്റെ ബ്യൂട്ടി പാർലർ മാഡം. ഓക്കെ. ഞാൻ ഇച്ചിരി ലേറ്റ് ആയി പോയി, അറിയാലോ. എനിക്ക് വർക്കിന്റെ ഭയങ്കര തിരക്കാണ്. ഞാനിങ്ങനെ ലൊക്കേഷൻ ടു ലൊക്കേഷൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ബിസിയാണ്, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. സോറി. അതെ, നിൽക്കാനും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാ. ചേട്ടാ,
ഇതൊക്കെ ഇപ്പൊ നല്ല ചികിത്സയുണ്ട് ചേട്ടാ. ഓപ്പറേഷൻ എല്ലാം സുഖപ്പെടുത്തും. നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത അവസ്ഥ. കൊള്ളാം. നല്ല ഐഡിയ. അയ്യോ ഇതെന്താണ്? ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല സുഖം ചേട്ടാ. ഇങ്ങനെ സുഖപ്പെടുത്താം. ഓക്കെ. അല്ല അല്ല ചേട്ടാ, അതാരാണ് ഇത് ഇത് ഇത്? അത് ഇവിടുത്തെ സ്റ്റാഫാണ്, ആഹാ. ബംഗാളിയാണ്. ആ ബംഗാളിയായിരുന്നു. അയ്യോ അങ്ങനെ പറയല്ലേ, എന്താ? അദ്ദേഹം ബുദ്ധിമാനായ ബംഗാളിയാണ്. ആണോ? അദ്ദേഹം അല്ല ഈ മിഷൻ കണ്ടുപിടിച്ചത്. ഈ മെഷീനോ? അതെ. അയ്യോ ഇതെന്തോ ചേട്ടാ ഇത്? എന്താ ഞാൻ machine? പറഞ്ഞുതരാം മേഡം. അയ്യോ, അതായത് ഈ മിഷന്റെ ഈ ഹോളിലൂടെ തല അകത്തേക്ക് ഇട്ടാൽ നമ്മുടെ മുഖം മേക്കപ്പ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ വരും. ഈ ഹോളിനകത്തൂടെ നമ്മുടെ കാൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഷൂ ഇട്ട് പോളിഷ് ചെയ്ത് തരുന്നു. അതെ, അതെ. ചുരുക്കി പറഞ്ഞാൽ 2 in 1. അതെ, രണ്ടും ഒന്ന് ഒരുമിച്ച് ചെയ്യാം. അതല്ലെങ്കിൽ അങ്ങനെയല്ലേ, ഒന്ന് രണ്ട് ഒരുമിച്ചല്ലേ? റോബിൻ, അല്ല ഞാൻ ഇത് കണ്ടപ്പോഴേ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. പറയണത് കൺഗ്രാറ്റുലേഷൻസ്, ഓൾ ദി വേ. കൈ കൊടുത്തോ? ചെറുതായിട്ട് തട്ടിപ്പോയി ചേട്ടാ. എനിക്ക് ഇനി കൊടുക്കൂ. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. ഏതായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് ഇത് കുടിച്ചിട്ട് അങ്ങോട്ട് ജ്യൂസ് Wait, 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 wait. എന്തത്? ജ്യൂസ് കുടിക്കാം. അങ്ങനെ കുടിക്കരുത്. അയ്യോ എന്താണോ കാണിച്ചത്? എന്ത് പണിയാണ് കാണിച്ചത്? ഇതൊരു സാധാരണ ജ്യൂസ് അല്ല. ഇതിൽ അണ്ടിപ്പരിപ്പും കിസ്മസും അതുപോലെ ബദാം പരിപ്പും ഒക്കെ ഇട്ടിട്ടുണ്ട്. കൂടാതെ കുങ്കുമവും കലക്കിയിട്ടുണ്ട്. ഇനി അത് വേസ്റ്റ് ആയില്ലേ? ഓരോരുത്തന്മാര് വന്നിട്ട് വേസ്റ്റ് ആയില്ലല്ലോ. റോബിൻ എന്തുവാ കാണിക്കുന്നേ? കുങ്കുമം ഭയങ്കര ഇഷ്ടമാണ്. എന്താ അത്? എന്ത്? അണ്ടിപ്പരി പടി കിടക്കുന്നു. അപ്പം അങ്ങനെ നമുക്ക് ഉദ്ഘാടനത്തിലേക്ക് കിടക്കാം. ഉദ്ഘാടന കർമ്മത്തിലേക്ക് കടക്കാം. അതെ. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ചേട്ടൻ തോൽവിയല്ല അല്ലേ ചേട്ടാ? താനെന്ത് പണിയാണ് കാണിച്ചത്? ഞാൻ കാശ് കൊടുത്ത് ഇത്രയും വില പിടിപ്പുള്ള ഒരു നടി ഇവിടെ കൊണ്ടുവന്ന് എന്തിനാണെന്ന് ഉദ്ഘാടനം ചെയ്യിക്കാൻ. എന്നിട്ട് വെറും ഒരു ബൗൺസറായ താനാണോ ഇതിനെ ആഗ്രഹിച്ച് ചെയ്തത്? പറയല്ലേ ചേട്ടാ, പാവ ചേട്ടാ, അങ്ങനെ അബദ്ധം പറ്റിപ്പോയല്ലേ. എന്താ അബദ്ധമായി കാണിച്ചത്? ഒരു മേഡത്തിന് പറഞ്ഞു പാവ ചേട്ടാ. അല്ല, മേഡത്തിന് ഒരു വർത്താനം പറയാൻ പറ്റില്ല. ഇങ്ങനാണോ ഇതിനാണോ മേഡത്തിന്റെ കൂടെ വരുന്ന ബൗൺസർ അല്ലേ? ഒന്ന് ശ്രദ്ധിക്കണ്ടേ മേഡം? പാവല്ലേ ചേട്ടാ വന്നിട്ട്. പിന്നല്ലാണ്ട് उल्लू का पट्टा बाहर जा पागल जा तू बाहर जा जा बाहर जा बाहर കേരള ശാസ്ത്ര കളറ. എനിക്കും അറിയാം ഹിന്ദി. ആഹാ പുറത്തു നിങ്ങൾ പുറത്ത്. റോബിൻ പുറത്തേക്ക് उल्लू का पट्टा पागल ചേട്ടൻ എന്ത് പണിയായിട്ടാ കാണിച്ചേ? പിന്നല്ലാണ്ട് ഒരു ബൗൺസർ ആണോ ഉദ്ഘാടനം ചെയ്തത്? ആ ഒരു മാനേഴ്സ് പുള്ളി കാണിച്ചാ? ചേട്ടാ അത് ബൗൺസർ അല്ല, പിന്നെ അതെന്റെ ഭർത്താവാണ് റോബിൻ. मैडम का पति है. ഓ പതിയെ ഭർത്താവാണോ? അപ്പൊ നമ്മൾ വിചാരിച്ചു ബൗൺസർ ആണെന്ന്. അതെന്താന്ന് വെച്ചാലേ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ എന്റെ അടുത്തുള്ള സ്നേഹം കാരണം ഞാൻ എവിടെ പോയാലും എന്റെ പുറകെ വരും. ഭയങ്കര സംശയമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എന്റെ കൂടെ ഇങ്ങനെ കൊണ്ടു നടന്നാ പിന്നെ പ്രശ്നമില്ലല്ലോ. ബൗൺസർ എന്ന് പറഞ്ഞ് അങ്ങ് നടന്നാ മതിയല്ലോ. അതുകൊണ്ടാ വരുന്നത് പുള്ളി. പുള്ളി അങ്ങനെ ആപ്പൊന്നും അല്ല, സയന്റിസ്റ്റ് ആണ്. സയന്റിസ്റ്റ് മനസ്സിലായില്ലേ? അങ്ങനെ ഒരു പണി ചെയ്യാം. പുള്ളി ഏതായാലും ഇത് നാടൻ മുറിച്ചല്ലോ. ഈ മെഷീന് പുള്ളി എന്നെ ഉദ്ഘാടനം ചെയ്തോട്ടെ. ഒന്ന് വിളിച്ച വരുമോ? ഒന്ന് പുള്ളിനെ വിളിക്കോ. നമുക്കൊരു ഉപകാരം കൂടി ആയല്ലോ അത്. ഇനി വിളിച്ചു നോക്കാം. ഞാൻ വിളിച്ചിട്ടുണ്ട് സാർ. മാഫ് കീജിയേ സാർ, മാഫ് കീജിയേ സാർ. ഉള്ളൂ കാ പട്ടാന്ന് പറഞ്ഞാൽ നല്ല മനസ്സിലാണ് സാർ. അയ്യോ ക്ഷമിക്കണം, അറിയാതെ. റോബിൻ കരയുവാണോ? റോബിൻ റോബിൻ പോട്ടെ റോബിൻ, അത് അവരറിയാതെ പറ്റിപ്പോയതാണ്. അപ്പൊ അവര് പറയുന്നത് എന്താ വെച്ചാല്, എന്തായാലും ഇത് ഉദ്ഘാടനം ചെയ്തത് റോബിൻ അല്ലേ, അപ്പൊ ഈ മെഷീന്റെ ഉദ്ഘാടനം റോബിൻ തന്നെ നടത്തണമെന്നാ ചെയ്ത തെറ്റിനൊരു പ്രായശ്ചിത്തം കൂടിയാണ് നമ്മള്. അതുകൊണ്ടാണ്. അപ്പൊ ഐശ്വര്യത്തോടു കൂടി ഭംഗിയായി ആ തല അതിന്റെയൊക്കെ അകത്തിട്ട് മേക്കപ്പ് ചെയ്ത് എടുത്ത് അങ്ങോട്ട് ഇനാഗ്രേറ്റ് ആയിക്കോട്ടെ. അപ്പൊ ആ സ്വിച്ച് ഒന്ന് ഇട്ട് കൊടുക്കണേ. ഓക്കെ 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 അല്ലേ സാർ? എല്ലാം ഓക്കെ അല്ലേ സാർ? സ്വിച്ച് ഇടട്ടെ. സ്വിച്ച് ഇട്ടോ? കൈ അടിക്കണം. എല്ലാരും കൈ അടിക്കാം. എല്ലാരും ഒന്ന് കൈ അടിക്കോ. കിടക്കട്ടെ. വിഷം വർക്ക് ചെയ്യണ്ടേ? അടിപൊളി. ദൈവമേ,
അടിപൊളിയായിട്ട് കിട്ടും. അയ്യോ റോബിൻ റോബിൻ അയ്യോ റോബിൻ സാർ റോബിൻ തല പുറത്തേക്ക് എടുത്തോളൂ. ആ മുഖം ഒന്ന് എല്ലാവരും കാണട്ടെ. ആ സുന്ദരമായ മുഖം നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും സാറേ. ആ പുറത്തേക്ക് എടുത്തോളൂ സാർ. അടിപൊളി. ഇവിടെ നിക്ക്. മൈൻഡ് ഔട്ട് ആയിന്നാ തോന്നുന്നേ. ഇതെന്താ പറ്റിയെന്നൊന്ന് പറ. ഒരു ചെറിയ അബദ്ധം പറ്റിപ്പോയി സാർ. ചെറിയ അബദ്ധം. എന്താ അബദ്ധം? മോളി പറയേണ്ട സാധനം താഴെയും താഴെ പറയേണ്ട സാധനം മുകളിലുമായി പോയി. തല തിരിഞ്ഞു പോയാ? തിരിഞ്ഞു പോയി. റോബിൻ 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 സാറേ ഇവനൊരു അബദ്ധം പറ്റിയ സാറേ. ഇവനെ ഈ മിഷൻ തല തിരിച്ചാ വെച്ചത് സാറേ. ഇവനോട് പൊറുക്കണം സാറേ. ഇതാണ് പറഞ്ഞത്. ആവശ്യമില്ലാത്തടത്ത് തലയിട്ട ഇതുപോലെയാകുന്നു.